ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ പറയാൻ പോകുന്നുള്ളത് നമ്മുടെ എല്ലാവരുടെയും സ്വപ്നമായിരിക്കും ലഡാക്കിലേക്കുള്ള ഒരു ട്രിപ്പ്. ലഡാക്കിലേക്ക് എങ്ങനെ കുറഞ്ഞ ബഡ്ജറ്റിൽ പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻസും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്ത് എങ്ങനെ ലഡാക്കിലേക്ക് പോയി കേരളത്തിൽ നിന്ന് പോയി തിരിച്ചു വരാം എന്നുള്ളതാണ്. അപ്പോൾ കൂടുതലായിട്ട് ലഡാക്കിനെ കുറിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ല, എല്ലാവർക്കും അറിയാം. ഡയറക്റ്റ് വീഡിയോയിലേക്ക് തന്നെ പോകാം. അപ്പോൾ നിങ്ങൾ അധിക പേരും ഇൻസ്റ്റഗ്രാം റീൽസ് കണ്ട് വന്നവരായിരിക്കും. 12,000 രൂപക്കായിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഈ 12,000 രൂപക്ക് ഫുഡും ഇൻക്ലൂഡ് അല്ല, പിന്നെ ബാക്കി കാര്യങ്ങൾ ലഡാക്കാവുമ്പോൾ ഹൈ ആൾട്ടിറ്റ്യൂഡാണ്, അപ്പോൾ ഓക്സിജൻ കാര്യങ്ങളൊക്കെ വേണം, അതൊന്നും ഇൻക്ലൂഡ് അല്ല. ജസ്റ്റ് ട്രാൻസ്പോർട്ടേഷനും ബാക്കി കാര്യങ്ങളൊക്കെയാണ് ഈ പ്ലാനിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ളത്. അപ്പോൾ ഡയറക്റ്റ് ഞാൻ പ്ലാനിലേക്ക് തന്നെ പോകുന്നു. അപ്പോൾ നമുക്ക് ലഡാക്കിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ആദ്യമായിട്ട് നമ്മൾ ഡൽഹി എത്തണം. ഡൽഹി എത്തണമെങ്കിൽ കേരളത്തിൽ നിന്ന് ധാരാളം ട്രെയിൻസ് അവൈലബിൾ ആണ്. ഡെയിലി ട്രെയിൻസ് ഉണ്ട്, അതല്ലാതെ സ്പെഷ്യൽ ട്രെയിൻസ് ഉണ്ട്. ഇപ്പോൾ ജനറൽ ക്ലാസ്സിലാണ് പോകുന്നുണ്ടെങ്കിൽ ഡെയിലി ട്രെയിൻസ് അല്ലാതെ മംഗളല്ലാതെ സ്പെഷ്യൽ ട്രെയിൻ എടുക്കാൻ നോക്കാം. ജനറൽ ക്ലാസ്സിന് വരുന്നുള്ളത് 535-40 ആ ഒരു റേഞ്ചിലാണ്. സ്ലീപ്പർ ആണെങ്കിൽ 850 മുതൽ 1000 വരെ പോകുന്നുണ്ട്. ട്രെയിൻസ് അനുസരിച്ചിരിക്കും. അപ്പോൾ മൂന്നാമത്തെ ഡേ ഡൽഹിയിലെത്തും. ഡൽഹിയിൽ രാവിലെ എത്തിയാൽ ഉച്ചക്കാണ് നമുക്ക് ലേക്കുള്ള ബസ് വരുന്നുള്ളത്. ലേക്കുള്ള ബസ് എന്ന് പറയുമ്പോൾ ജൂണിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നുള്ളത്. ജൂൺ ടു സെപ്റ്റംബർ, ഒക്ടോബർ ആ ഒരു മന്തിലേക്ക് ബസ് വരുള്ളൂ. 32 hours ജേണിയാണ് ലഡാക്കിലേക്ക് വരുന്നുള്ളത്. ഡൽഹിയിൽ നിന്ന് 12 അപ്രോക്സ് ആണ് പറയുന്നുള്ളത്. 12 എടുത്താൽ പിറ്റേ ദിവസം രാത്രി ആകുമ്പോൾ ലേയിലേക്ക് എത്തും. അതിന് ഫെയർ വരുന്നുള്ളത് 1,500 അടുത്താണ് ഫെയർ വരുന്നുള്ളത്. അതിൽ പോയാൽ 32 hours കൊണ്ട് ലേയിലേക്ക് നമുക്ക് എത്താൻ പറ്റും. അങ്ങനെ നമ്മൾ 4 ദിവസം കൊണ്ട് ലേയിലേക്ക് എത്തിപ്പെടാൻ പറ്റും. ബൈ ബസ്സാണ്, ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ. അപ്പോൾ രാത്രി ആയിരിക്കും ലേയിലേക്ക് എത്തുക. അന്ന് അവിടെ തന്നെ സ്റ്റേ ചെയ്യുക. അവിടുത്തെ ബഡ്ജറ്റ് അക്കോമഡേഷൻസ് ഒക്കെ കിട്ടാൻ പറ്റും. ഡോർമെറ്ററി കാര്യങ്ങളൊക്കെ 500 രൂപേൻ്റെ അകത്ത് തന്നെ കിട്ടാം. അപ്പോൾ പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻസ് തന്നെ യൂസ് ചെയ്തിട്ട് നമുക്ക് ലേയിൽ മൊത്തമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ട്രാൻസ്പോർട്ടേഷൻസ് എത്താൻ പറ്റും. പാങ്ങോങ് ലേക്ക് ആയാലും പിന്നെ തുർത്തുക്ക്, കർദുംല എല്ലായിടത്തേക്കും എന്തുണ്ട് പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഫുൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ PDF ഡിസ്ക്രിപ്ഷൻ PDF കൊടുക്കുന്നുണ്ട്. അതിൽ നോക്കാം. 4-5 days ലേ ഫുൾ കറങ്ങാം. തിരിച്ചു വരുമ്പോൾ തന്നെ ലേന്ന് ശ്രീനഗർ വഴി വരാൻ നോക്കാം. ഫുൾ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഐറ്റനറി തന്നെ ഇതിലുണ്ട്. എല്ലായിടത്തും പോവാം. ഡിസ്ട്രിക്റ്റ്, പനാമിക്ക്, പിന്നെ തുർത്തുക് വില്ലേജ് എല്ലാം കവർ ചെയ്യുക. കർദുംല, പിന്നെ പാങ്ങോങ് ലേക്ക് അവിടെ പോയി സ്റ്റേ ചെയ്യാം. എല്ലാം ഫുൾ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ ഇതിലുണ്ട് പോവാം. പിന്നെ തിരിച്ചു വരുമ്പോൾ കാർഗിൽ വഴി ശ്രീനഗറിലേക്ക് വരാം. ശ്രീനഗർ ജസ്റ്റ് ഒന്ന് 1 day സ്റ്റേ ചെയ്യാം. പിന്നെ ശ്രീനഗറിൽ നിന്ന് നേരെ തിരിച്ചു വരാം, ഡൽഹി വരാം. ഡൽഹിയിൽ നിന്ന് അതുപോലെ തന്നെ നാട്ടിലേക്കും വരാം. ഇപ്പോൾ ലഡാക്കിലേക്ക് പോകുന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഞാൻ ഒന്ന് പറഞ്ഞുതരാം. ആദ്യമായിട്ട് കുറച്ച് പെർമിഷൻസ് കാര്യങ്ങളൊക്കെ എടുക്കാനുണ്ടാവും, അതൊക്കെ ഒന്ന് എടുത്തു വെക്കാം. മെയിൻലി പാങ്ങോങ്ങിലേക്ക് പോകുമ്പോൾ നമുക്ക് പൈസ കൊടുത്തെടുക്കേണ്ടി വരുന്നുണ്ട്. 400 rupees ആണ് അതിന് വരുന്നുള്ളത്. പിന്നെ അതല്ലാതെ ബസ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ 1 day before തന്നെ ടിക്കറ്റും സീറ്റൊക്കെ കൺഫേം ചെയ്ത് വെക്കണം. ലേ ബസ് സ്റ്റാൻഡിൽ പോയി അല്ലെങ്കിൽ ഡിസ്ട്രിക്റ്റ് ബസ് സ്റ്റാൻഡിൽ പോയി ഒരു ദിവസം ഡേ ബിഫോർ തന്നെ ടിക്കറ്റ്സ് എടുത്തു വെക്കണം. ടിക്കറ്റ്സും സീറ്റൊക്കെ കൺഫേം ചെയ്ത് വെക്കണം. അത് ഡ്രൈവറിനോട്, കണ്ടക്ടറോട് സംസാരിച്ച് അതൊന്ന് കൺഫേം ചെയ്ത് വെക്കണം. പിന്നെ പ്രോപ്പർ ഹൈഡ്രേറ്റ് ആയിരിക്കാം, വെള്ളം നല്ലപോലെ കുടിക്കണം. പിന്നെ അതുപോലെ തന്നെ ഓക്സിജൻ കാര്യങ്ങളൊക്കെ എടുത്തു വെക്കാം. ഞാൻ ഈ പറഞ്ഞിട്ടുള്ള പ്ലാൻ എന്ന് പറയുന്നത് 12,000 rupeesലാണ്. അതിൽ ഫുഡ് എക്സ്ക്ലൂഡഡ് ആയിട്ടാണുള്ളത്. പിന്നെ അതല്ലാതെ ബാക്കി കുറേ കാര്യങ്ങൾസും വരുന്നുണ്ട്, പേഴ്സണൽ എക്സ്പെൻസ് കാര്യങ്ങളൊക്കെ. അപ്പോൾ ഈ പ്ലാൻ എന്ന് പറയുന്നത് ലോ ബഡ്ജറ്റ് ആയിട്ട് എങ്ങനെ പോകണമെന്ന് അറിയാത്തവർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഇപ്പോൾ കുറേ ആൾക്കാർ പറയും 12,000 രൂപക്ക് പോകാൻ പറ്റൂല എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. ബൈക്കിൽ പോകുന്നവർക്ക് കുറേ എക്സ്പെൻസ് കൂടും, അല്ലാതെ ഫ്ലൈറ്റിൽ പോകുന്നവർക്കും അതിൻ്റെ എക്സ്പെൻസ് ഉണ്ടാവും. ഇപ്പം ഞാൻ പറയുന്നുള്ളത് ലോക്കലായിട്ടുള്ള പബ്ലിക് ട്രാൻസ്പോർട്ടേഷനും ബാക്കി കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ടുള്ള പ്ലാനാണ്. അപ്പോൾ ഇതിൽ ഞാൻ എല്ലാവരോടും പോകണമെന്നൊന്നും പറയുന്നൊന്നുമില്ല. നിങ്ങൾക്ക് ലോ ബഡ്ജറ്റ് ആയിട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്ലാൻ യൂസ് ചെയ്ത് പോകാൻ പറ്റുന്നതാണ്. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു, എല്ലാവർക്കും യൂസ് ആയി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കണ് അമർത്തുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, എല്ലാം ചെയ്യുക. ഇനി അടുത്ത ലോ ബഡ്ജറ്റ് പ്ലാനുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.